നല്ലൊരു എക്സ്പേർട്ടായിട്ടുള്ള ഗുരുവാണെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു യോഗാസനം ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. യോഗ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം ഒരു ഗുരു വേണം എന്നുള്ളതാണ്. അപ്പം നമ്മളെ അറിയുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് മാത്രം യോഗ പരിശീലിക്കുക. യോഗ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ ഫോം ഓഫ് എക്സസൈസ്. യോഗയിൽ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷനാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. അത് യോഗ പരിശീലിക്കുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടുള്ള ഒരു ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ശരിക്കും മറ്റുള്ള എക്സസൈസിൽ നമുക്ക് ഫിസിക്കൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കണമെങ്കിൽ ഇത് 3 തലത്തിലാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഒരു യോഗ എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് പ്രാക്ടീസാണ്. അപ്പോൾ ഇത് പലർക്കും ഇഷ്ടമല്ലാത്തതിൻ്റെ ഒരു കാരണം ഇതൊരു ഡൈനാമിക് ഫോം ഓഫ് എക്സസൈസ് അല്ല, ഒരു സ്റ്റാറ്റിക് വേ ഓഫ് ഡൂയിങ് എക്സസൈസ് ആണ്. അപ്പോൾ അത് ഡൈനാമിക് വേ ഓഫ് എക്സസൈസ് ഇഷ്ടപ്പെടുന്നവർ ആ രീതിയിൽ ചെയ്യുന്നു. പക്ഷേ ഒരു പ്രോപ്പർ റിലാക്സേഷൻ മെത്തേഡ് എന്താണോ അത് ശരിയായ രീതിയിൽ പരിശീലിക്കാൻ വേണ്ടിയിട്ട് യോഗ വളരെയധികം ഫലപ്രദമാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും അമിതമായിട്ടുള്ള ഉത്കണ്ഠയും ഒക്കെ ഉള്ള ഈ ഒരു യുഗത്തിൽ യോഗ പരിശീലിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എഫിഷ്യൻസി എന്താണോ അത് വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു IT പ്രൊഫഷണലാണ്. ഒരു പരിധി കൂടുതൽ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അത് വിത്ഡ്രോവൽ പല ബേൺ ഔട്ട് സിൻഡ്രോം പോലെയുള്ള പല സിൻഡ്രോമിലൊക്കെ വരുന്നുണ്ട്. സ്ട്രെസ്സ് ഒരു പരിധി കൂടുതൽ കൂടുമ്പോൾ അവർക്ക് അതിൻ്റേതായ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് നമുക്ക് പലപ്പോഴും കാണുന്നുണ്ട്. വളരെ കോമൺ ആണ്. ഉറക്കം നഷ്ടപ്പെടുന്നതിലൂടെ അവരുടെ എഫിഷ്യൻസി കുറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്താണോ അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി എന്താണോ അത് കൂടാനായിട്ട് യോഗ പരിശീലിച്ചാൽ തീർച്ചയായിട്ടും വളരെയധികം നല്ലൊരു പദ്ധതിയും കൂടിയാണ്. ഇപ്പോൾ യോഗ പരിശീലിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്ന പല സംശയങ്ങളുണ്ട്. ഇതെല്ലാവർക്കും പരിശീലിക്കാമോ? ചെയ്യേണ്ട സമയം ഏതാണ്? രാവിലെയും വൈകുന്നേരമൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചാൽ ഒരു 3.5-4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് നമുക്ക് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് ആചാര്യന്മാർ അതിരാവിലെ യോഗ ചെയ്യണമെന്നാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. കാരണം ഉറങ്ങി എഴുന്നേറ്റ് മനസ്സ് വളരെയധികം സ്വസ്ഥമാണ്, ശാന്തമാണ്. പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തം പോലുള്ള സമയങ്ങളിൽ വേറെ യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ല. അതിരാവിലെ ഏറ്റവും ഒരു ഗുണപ്രദമായിട്ടുള്ള സമയമാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഒരു എഫേർട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി. നമ്മുടെ ആ ഒരു സമയം നമ്മുടേതായ പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ബാക്കി എല്ലാ സമയവും വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നൊരു സമയമാണ്. അപ്പോൾ രാവിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ്. ശബ്ദമോ മറ്റുള്ള നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിരാവിലെ ചെയ്യുന്നതാണ് യോഗയ്ക്ക് ഏറ്റവും ഉത്തമം. നിർബന്ധമില്ല, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് കുറേ നേരം ഇരുന്ന് ജോലിക്കാർക്ക് വൈകുന്നേരം യോഗ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് ഇപ്പോഴുള്ള യോഗാചാര്യന്മാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ആ ഒരു സ്ട്രെസ്സിൻ്റെ അക്യുമുലേഷനും കുറേ നേരം ഇരുന്നിട്ടുണ്ടാവുന്ന പോസ്ചറൽ ഡിഫക്റ്റ് എന്താണോ അതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഈവനിങ്ങിലായിരിക്കും കുറച്ചും കൂടി യോഗ ചെയ്യുന്നത് ഫലപ്രദം. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സും റിലാക്സ്ഡായി, ശരീരം കുറച്ച് റിലാക്സ്ഡായി സുഖമായിട്ട് രാത്രി ഉറക്കത്തിനും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ മോഡേൺ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് രാവിലെ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഈ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ യോഗ ചെയ്യുമ്പോൾ ശാരീരികമായിട്ട് ചെയ്യുന്ന യോഗാസനങ്ങളിലൂടെ മാനസികമായിട്ട് കിട്ടുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അപ്പോൾ യോഗ എന്ന് വെച്ചാൽ ഒരു സ്വാസ്ഥ്യം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. സ്വസ്ഥത എന്ന് പറയുന്നത് ശാരീരികമായിട്ട് അസുഖം ഇല്ലാതിരിക്കൽ മാത്രമല്ല, മാനസികമായിട്ടുള്ളൊരു സംതൃപ്തി, എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു നിറവ്. അപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് യോഗ പരിശീലനം ചെയ്യുന്നത്. ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും യോഗ പരിശീലിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ യോഗയുടെ എന്താണ് ഗുണമെന്ന് കുറച്ചെങ്കിലും പരിശീലിച്ച് അതിൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് മുനിമാരും ഋഷിമാരൊക്കെ ചെയ്യുന്നത് അവരുടെ പ്രാണിക് ശക്തി കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ലോങ് ലൈഫ് ഉണ്ടാക്കുക, അവരുടെ ദീർഘായുസിന് വേണ്ടിയിട്ടുള്ള ഒരു രഹസ്യ പദ്ധതിയും കൂടിയായിരുന്നു പണ്ട് യോഗാഭ്യാസം എന്ന് പറയുന്നത്.
അപ്പോൾ അത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിൽ പോലും MBA ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പലപ്പോഴും യോഗ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. യോഗ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റായി മാറിക്കഴിഞ്ഞു. സമാന്തര ചികിത്സാ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. യോഗ സ്കൂളുകളിലുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും യോഗ, സ്പോർട്സിൽ യോഗ കോച്ചിങ് ഉണ്ട്. ഒളിമ്പിക്സിലുള്ള ടീമിൽ പോലെ യോഗ ഇപ്പോൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും യോഗ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും പരിശീലിക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോഗ പരിശീലന പദ്ധതി തുടങ്ങേണ്ടതാണ്. യോഗ ഏത് പ്രായത്തിലും തുടങ്ങാം. തിരിച്ചറിവുള്ള ഒരു പ്രായം തൊട്ട് ഏത് പ്രായത്തിലും തുടങ്ങാം. പ്രായമായിട്ടുള്ളവർക്കും തുടങ്ങാം. ജെറിയാട്രിക് യോഗ ഇപ്പോൾ വളരെയധികം എമർജിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ആസനാസും പ്രാണായാമാസൊക്കെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് വീഡിയോസൊക്കെ കണ്ട് ചെയ്യാൻ തുടങ്ങും. അതൊരിക്കലും നല്ലതല്ല. യോഗ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം ഒരു ഗുരു വേണം എന്നുള്ളതാണ്. അപ്പം നമ്മളെ അറിയുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് മാത്രം യോഗ പരിശീലിക്കുക. യൂട്യൂബൊന്നും കണ്ടാൽ നമ്മൾ ചെയ്താൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് ആളില്ല. ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, നമുക്ക് യോജിച്ച ഒരു പദ്ധതിയാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് കറക്റ്റ് ചെയ്യാൻ അവിടെ ആളില്ല. അപ്പോൾ യോഗ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുമുഖത്തു നിന്ന് തന്നെ പരിശീലിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച് മാത്രം യോഗ ചെയ്യാൻ ശ്രമിക്കുക. വളരെ പ്രായമായിട്ടുള്ള ഒരാൾ ഒരു ആസന ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പെട്ടെന്ന് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലോങ് ടേം ഇഞ്ചുറി വരാം. ഇപ്പോൾ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം കൂടിയാണ്, പലപ്പോഴും ശരിയായ രീതിയിൽ പരിശീലനമില്ലാതെ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് പലപ്പോഴും നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അത് ഇനിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ ഒരു നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് മാത്രം പരിശീലിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ യോഗ മറ്റുള്ള ഫോം ഓഫ് എക്സസൈസായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ നമ്മുടേതായ ഒരു ടേസ്റ്റാണ് എന്ത് തിരഞ്ഞെടുക്കണമെന്ന്. വ്യായാമം ഏത് വേണമെങ്കിലും ആവാം. സൈക്ലിങ്, സ്വിമ്മിങ്, യോഗ, ജിമ്മ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ പരിശീലിക്കുക. പക്ഷേ എന്നാലും യോഗയിലെ കുറച്ച് സ്ട്രെസ് റിലീവിങ് ടെക്നിക്സും കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസെങ്കിലും എല്ലാ ദിവസവും പരിശീലിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്കുണ്ടാവും. നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുവാണെങ്കിലും അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് വളരെയധികം വർദ്ധിപ്പിക്കും. ഈവൺ ഉറക്കം തീരെ കുറവുള്ള ആൾക്കാർക്ക് പോലും, അതായത് ഉറങ്ങാൻ സമയം തീരെ ഇല്ല, അത്രയധികം ബിസി ആയിട്ടുള്ള ഷെഡ്യൂളുള്ളവർക്ക് പോലും യോഗ കൊണ്ട് അവരുടെ ആ ഉറക്കത്തിനെ ബാലൻസ് ചെയ്യാൻ പോലും യോഗയുടെ ചില പദ്ധതികളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി പരിശീലിക്കുക എന്നുള്ളതാണ്. പിന്നെ ശരിയായ രീതിയിലുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പകുതി പഠിച്ചിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി പഠിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് എന്താണോ പ്രശ്നങ്ങൾ, ഒരു യോഗ ഗുരുവിനെ തേടി ചെല്ലുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് പഠിപ്പിച്ച് തരാൻ പറ്റുന്നൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ ഗുരുവിനോട് തുറന്ന് പറയുക. പല അസുഖങ്ങളും ചിലർ പറയില്ല. അപ്പോൾ ചില അസുഖങ്ങളുള്ളവർക്ക് ചിലത് പാടില്ല, ചിലത് കൂടുതൽ ചെയ്യണം. അപ്പോൾ അതെന്താണോ അത് വേണ്ടത് എന്ന് ഒരു നല്ല ഗുരുവിനെ നോക്കിയിട്ട് നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കുക. ശരിയായ രീതിയിലുള്ള പരിശീലനം നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈവൻ യോഗ തെറാപ്പിയിൽ ഒരുമാതിരി നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾക്കൊക്കെ പ്രതിവിധിയുണ്ട്. BP കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഡയബറ്റിസ് മാനേജ്മെൻറ്റ് വളരെയധികം നല്ലതാണ്. വാതസംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് യോഗ ഒരു പ്രതിവിധിയായിട്ടും കൂടി നമുക്ക് കൂട്ടാം. എല്ലാത്തിനും അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ഓരോ അസുഖങ്ങളുടെ കാഠിന്യമനുസരിച്ച് എത്രത്തോളം ചെയ്യാൻ സാധിക്കും, എത്രത്തോളം ക്യൂർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതെല്ലാം ആ രോഗിയും അല്ലെങ്കിൽ ആ നല്ല ഗുരുവിനെ കേന്ദ്രീകരിച്ചാണത് പറയാൻ സാധിക്കുന്നത്. യോഗ പരിശീലിക്കുമ്പോൾ നമുക്കൊരു നോൺ കണ്ടക്റ്റീവ് സർഫേസ് വേണമെന്നുള്ള നിർബന്ധമാണ്. അതായത് യോഗാസനങ്ങളെല്ലാം പരിശീലിക്കുമ്പോൾ, പ്രാണായാമം പരിശീലിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം പരിശീലിക്കുമ്പോഴെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എർത്ത് ചെയ്ത് പോകരുത്. അതുകൊണ്ടാണ് ധ്യാനത്തിനാണെങ്കിലും ഇപ്പോൾ പരമശിവൻ്റെ ഫോട്ടോ തന്നെ കണ്ടാൽ അറിയാം, ഒരു പുലിത്തോലിൻ്റെ മുകളിലാണ് ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ധ്യാനത്തിനും പ്രാണായാമത്തിനും യോഗ പരിശീലനത്തിലെല്ലാം വെറുതെ നിലത്ത് ചെയ്യാതെ ഒരു
മാറ്റ് പോലെയുള്ള എന്തെങ്കിലും നോൺ കണ്ടക്റ്റീവ് സർഫേസിൻ്റെ മുകളിൽ മാത്രം യോഗ ചെയ്യുക. അതും സ്ലിപ്പറി ആയിട്ടുള്ള സർഫേസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കഴിയുന്നതും കോട്ടൺ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. വേർപ്പിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ് കോട്ടൺ. അതോടൊപ്പം തന്നെ ലൂസ് ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കണം. ഒരിക്കലും വല്ലാണ്ട് ഇറുകിയതോ ജീൻസൊക്കെ ഇട്ട് യോഗ ചെയ്യാൻ പാടില്ല. അപ്പോൾ ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം. കോട്ടൺ ആണ് ഏറ്റവും ഉത്തമം. യോഗ പരിശീലിക്കുമ്പോൾ എപ്പോഴും വാമിംഗ് അപ്പ് ഓടുകൂടി നമ്മൾ തുടങ്ങുന്നു. യോഗാസനാസ് എല്ലാം ചെയ്യുന്നു. ഇപ്പോൾ പരിശീലന ശേഷം ഒരു ശവാസനം ചെയ്യുക. ശവാസനം നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരു പൂർണ്ണ വിശ്രമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ശവാസനം ചെയ്തതിന് ശേഷമാണ് കുറച്ച് പ്രാണായാമവും ധ്യാനവും എല്ലാം പരിശീലിച്ച് വളരെ മനസ്സിനെ കാം ആൻഡ് ക്വയറ്റായിട്ട് സംതൃപ്തമായിട്ടുള്ള അവസ്ഥയിൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഒരു യോഗ പരിശീലന ക്രമം എങ്ങനെ ആയിരിക്കണം? വാമിംഗ് അപ്പ് എക്സസൈസോടുകൂടി തുടങ്ങുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമം ചെയ്യുന്നു, അതിനുശേഷം ആസനാസ് ചെയ്യുന്നു. അതിൽ കഴിയുന്നതും ഫോർവേഡ് ബെൻഡ്, ബാക്ക് ബെൻഡ്, ട്വിസ്റ്റിങ്, ഇൻവേർട്ടഡ് സ്റ്റെപ്സ്, എല്ലാ ശരീരത്തിന് കിട്ടുന്ന വ്യായാമത്തിൻ്റെ ഓരോ സ്റ്റേജുകളും അതിലൂടെ കടന്നുപോയി കുറച്ച് വിശ്രമിച്ച് ശവാസം ചെയ്ത് അതിനുശേഷം കുറച്ച് പ്രാണായാമ സാധനയും കഴിഞ്ഞ് ധ്യാനത്തോടുകൂടി നിർത്തുക. ഇതൊരു നല്ലൊരു പദ്ധതിയാണ്. അതാണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതി. പിന്നെ യോഗാസനങ്ങളെല്ലാം പരിശീലിക്കുമ്പോൾ ഒരു ഫോർവേഡ് ബെൻഡ് കഴിഞ്ഞാൽ ഒരു ബാക്ക് ബെൻഡ്, അങ്ങനെ മാറി മാറി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കുറേ ബാക്ക് ബെൻഡ് ഒരേ രീതിയിൽ ചെയ്യുന്നു, അതിനുശേഷം മാത്രം ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നു, അത് ഒഴിവാക്കാൻ നോക്കുക. നട്ടലിന് മുമ്പോട്ടും പുറകോട്ടും എല്ലാം മാറി മാറി ചെയ്യുന്ന വ്യായാമങ്ങൾ കൊടുക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഇപ്പോൾ ഒരു യോഗ സെൻറ്ററിൽ പോയി പഠിക്കുന്ന പോലെ തന്നെ ഓൺലൈനും പഠിക്കുന്നുണ്ട്. ഓൺലൈനിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു തൊട്ടടുത്ത ഒരു ഗുരുന്ന് കറക്റ്റ് ചെയ്യുന്നത് പോലെയല്ല ഓൺലൈനിൽ. അപ്പോൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്ന കുറേ ലിമിറ്റേഷൻസ്, പ്രത്യേകിച്ച് ചില ആസനാസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം നല്ലൊരു എക്സ്പേർട്ടായിട്ടുള്ള ഗുരുവാണെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു യോഗാസനം ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ആസനാസിൻ്റെ ഒപ്പം ഒരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പോൾ പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻസ് പോലുള്ള പേഷ്യൻസ്, വേറെ എന്തെങ്കിലും ഡിസ്ക് പ്രൊലാപ്സ് പോലുള്ള ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് കോമൺ ആയിട്ട് യോഗ പഠിപ്പിക്കുന്നതിനൊപ്പം അവരെ ആ കോമൺ ആസനാസ് ചെയ്യിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസിന് സ്പെസിഫിക്കായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. അവർക്ക് ഗ്രൂപ്പായിട്ട് കൊടുക്കാതെ ഇൻഡിവിജ്വലായിട്ട് തന്നെ നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അത് യോഗ പരിശീലനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലായി അതിന് ഏതൊക്കെ ആസനാസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പോവുക. അല്ലാതെ നമുക്കിപ്പോൾ സാധാരണ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഒരു ഫ്ലെക്സിബിലിറ്റി കൂട്ടാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു യോഗാ സെൻറ്ററിൽ പോയി പരിശീലിക്കുന്നതിൽ തെറ്റില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ള ഫ്ലെക്സിബിലിറ്റിയിലും കൂടുതലായിട്ട് അമർത്തി പിടിച്ച് വലിച്ചു പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല. എന്നുവെച്ചാൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ചില ഇഞ്ചുറീസ് ഉണ്ടാവാം. അപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ അത് കൈ താഴെ മുട്ടുന്നില്ല, പിടിച്ച് അമർത്തി മുട്ടിക്കുക. താഴെ മുട്ടിച്ചാലേ അത് ശരിയാവുള്ളൂ, എന്നാലേ എനിക്ക് ഗുണം കിട്ടുള്ളൂ എന്നൊക്കെ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പരിശീലന രീതി ശരിയല്ല എന്ന് നമുക്ക് വേണ്ടി പറയാം. അപ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് എന്താണോ അതിനെ ഗ്രാജുവലായിട്ടാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും പെട്ടെന്ന് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അമർത്തിയോ വലിച്ചോ പല ആസനങ്ങൾ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ദീർഘമായിട്ടുള്ള ചില ഇഞ്ചുറീസൊക്കെ വരാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ യോഗ ഒരു പരിശീലിക്കാനായിട്ട് തുടങ്ങി അതിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ഇത് യോഗ ഒരു പരിശീലകനായിട്ട് പോകുന്നതും നല്ലൊരു പദ്ധതി തന്നെയാണ്. അതായത് ഇനിയിപ്പോൾ യോഗ ടീച്ചേഴ്സ്, നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള യോഗ ടീച്ചേഴ്സിന് നല്ല സാധ്യതകളാണ്, ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു വർഷത്തിൽ കുറയാതെ ഏതെങ്കിലും ഒരു ഡിപ്ലോമയിലെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ
ഹയർ ഡിഗ്രിയിലോ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല യോഗ കോഴ്സുകളുണ്ട്. ഇതൊരു കരിയറായിട്ട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് ഇങ്ങനെ പഠിക്കാവുന്നതാണ്. യോഗ കോർപ്പറേറ്റ് ട്രെയിനിങ്, യോഗ മാസ് ട്രെയിനിങ്, സ്കൂളുകളിലും ഒക്കെ ധാരാളം യോഗ ടീച്ചേഴ്സിൻ്റെ വേക്കൻസികളുണ്ട്. അപ്പോൾ ഒരു കരിയറായിട്ട് നിങ്ങൾക്ക് യോഗ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നല്ല യൂണിവേഴ്സിറ്റി അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും 1 വർഷത്തിൽ കുറയാതെ ഉള്ള ഒരു ഡിപ്ലോമയെങ്കിലും നിങ്ങൾക്ക് കരസ്ഥമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി സാധ്യതയും വളരെയധികം നമുക്ക് ഉണ്ട്.